ഇന്ന് പകരം ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, നീ ചിലതിനെ അവകാശമായി പിടിക്കുന്ന മണിക്കൂറുകൾക്കകത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. നിൻ്റെ കയ്യിൽ നിന്ന് തെന്നിമാറിയ ചില നന്മയിലേക്ക് നിന്നെ കൊണ്ടുപോകാനായിട്ട് കർത്താവ് ചിലതിനെ തയ്യാറാകുകയാണ്. അബ്രഹാമിൻ്റെ ലൈഫിനകത്തെ ഏറ്റവും ക്രൂഷ്യൽ സിറ്റുവേഷനകത്താണ് താൻ ഏറ്റവും ചില നന്മകളെ പ്രാപിക്കുവാനിടയായത്. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങളുടെ പ്രശ്ന സമയത്ത് മനുഷ്യരിലുള്ള ആശ്രയത്തെ നിങ്ങൾ മുഴുവനായി വെക്കരുത്. ദൈവത്തിൽ തന്നെ പ്രത്യാശ വെക്കണം. ദൈവത്തിൽ നിന്ന് തന്നെ തുറന്നു കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ പറഞ്ഞ്, ഞാൻ പരാജിതനല്ല, ഞാനൊരു തോറ്റവനല്ല. ഹല്ലേലൂയ. ഞാൻ മുൻനിർണയത്താൽ ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനാണ്. നിർണയത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ച് നമ്മുടെ മേൽ തുറന്നു വരും. ഹല്ലേലൂയ. എല്ലാ ദിവസവും പറയണം, സമ്പത്ത് എൻ്റെ മേൽ ഒഴുകാൻ ഒരു സാധ്യത മുൻനിർണയത്തിനകത്ത് കിടപ്പുണ്ട്. അനുഗ്രഹങ്ങൾ എൻ്റെ ലൈഫിനകത്ത് ഒഴുകാൻ ഒരു സാധ്യത മുൻനിർണയത്തിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മേൽ ദൈവത്തിൻ്റെ എല്ലാ വിശേഷപ്പെട്ട അനുഭവങ്ങളും തുറന്നു വരാൻ, ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കിയതെല്ലാം തുറന്നു വരാൻ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത വരാനും വരാതിരിക്കാനും ഉള്ളൊരു സാധ്യതയല്ല, നിശ്ചയമായി വെളിപ്പെടാൻ ഉള്ള സാധ്യത. അത് ക്രിസ്തുവിൻ്റെ ജനനവും ക്രിസ്തുവിൻ്റെ മരണവും നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പുമാണ്.